ഇറാനെതിരെ നിരുപാധിക കീഴടങ്ങൽ എന്ന കർശന നിലപാട് സ്വീകരിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കായി വാദിക്കുന്നത് അവരുടെ പരാജയ സമ്മതമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബുധനാഴ്ച ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വാഷിംഗ്ടണിന്റെ നിലപാടിലെ മാറ്റത്തെ പരിഹസിച്ചത്. നേരത്തെ നിരുപാധികമായി കീഴടങ്ങണമെന്ന് ആജ്ഞാപിച്ചവർ ഇപ്പോൾ എന്തിനാണ് ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അമേരിക്കയുടെ ഈ സ്വരമാറ്റം അവരുടെ നയതന്ത്രപരവും സൈനികവുമായ പരാജയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സൗഹൃദ രാജ്യങ്ങൾ വഴി അമേരിക്ക ഒന്നിലധികം സന്ദേശങ്ങൾ ടെഹ്റാനിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് അരാക്ചി വെളിപ്പെടുത്തി. എന്നാൽ ഇത് ഔദ്യോഗികമായ ചർച്ചകളോ സംവാദങ്ങളോ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ സന്ദേശങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ നിലപാടുകളും മുന്നറിയിപ്പുകളും അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരം ആശയവിനിമയങ്ങൾ സന്ദേശങ്ങളുടെ കൈമാറ്റം മാത്രമാണെന്നും ഇതിനെ ചർച്ചകളായി കാണാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ സന്ദേശങ്ങളിലെ ആശയങ്ങൾ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇതിലെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള 15 ഇന കർമ്മ പദ്ധതി ഇറാൻ ഉടൻ അംഗീകരിച്ചില്ലെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. എന്നാൽ ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അരാക്ചി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളുടെ വിജയകരമായ ദൃശ്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് ട്രംപിനെ കാണിക്കുന്നുവെന്ന NBC റിപ്പോർട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ജനതയെയും സ്വന്തം പ്രസിഡന്റിനെയും തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധം വിൽക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും അമേരിക്കയുടെ സമാധാന വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന മുൻ കണക്കുകൂട്ടലുകളിൽ മാറ്റമില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് പ്രതികരിച്ചു. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നതെങ്കിലും കൃത്യമായ ഒരു തീയതി പ്രഖ്യാപിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. അതേസമയം ഇറാനിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതിന് അമേരിക്കൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക അനുമതി തേടില്ലെന്ന് ലീവിറ്റ് പറഞ്ഞു. നിലവിൽ ഇറാനിൽ വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാനായി തയ്യാറെടുക്കുന്ന 82ാം എയർബോൺ ഡിവിഷനിലെ 1000ഓളം സൈനികരുടെ കാര്യത്തിൽ എല്ലാ ഓപ്ഷനുകളും പ്രസിഡന്റ് തുറന്നിട്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭരണകൂടം നിയമങ്ങൾ പാലിച്ച് മാത്രമേ മുന്നോട്ടു പോകൂ എന്ന് വ്യക്തമാക്കിയെങ്കിലും കരസേനയെ ഇറക്കുന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രസ് സെക്രട്ടറി വിസമ്മതിച്ചു. ഇറാനിലെ ഉന്നത നേതൃത്വം മുഴുവൻ കൊല്ലപ്പെട്ടുവെന്നും നിലവിലെ പുതിയ നേതാവിനെ കുറിച്ച് ആധികാരികമായ വിവരങ്ങളൊന്നുമില്ലെന്നും ലീവിറ്റ് പറഞ്ഞു. ഇറാനിൽ ഭരണകൂട നേതൃത്വത്തിൽ മാറ്റം വന്നുവെന്ന പ്രസിഡന്റിന്റെ നിരീക്ഷണം ശരിയാണെങ്കിലും പുതിയ നേതൃത്വത്തിൽ തങ്ങൾ തൃപ്തരാണോ എന്ന് പറയാൻ സമയമായിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസിന്റെ പക്ഷം. ഇറാനുമായി സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സൈനിക നടപടികളുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കാൻ സാധ്യതയില്ല. നിർണായകമായ ഈ എണ്ണക്കപ്പൽ പാത താനും ഇറാൻ പരമോന്നത നേതാവും സംയുക്തമായി നിയന്ത്രിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച സൂചിപ്പിച്ചിരുന്നു. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ US നിർണായക നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കാർഗ് ദ്വീപിൽ തങ്ങളുടെ കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് US ചർച്ച നടത്തിയെന്നാണ് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദ്വീപിൽ മേൽക്കൈ നേടുന്നതിലൂടെ എണ്ണ ഉൽപാദനത്തിലൂടെ ഇറാൻ നേടുന്ന സാമ്പത്തിക വരുമാനം കുറയ്ക്കാനും നിലവിലെ സംഘർഷത്തിന്റെ ഗതിയെ സ്വാധീനിക്കാനും കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.